ലവ് ജിഹാദ് ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദനാണ് ഈ കാര്യം മീഡിയക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. NDF അത്രമേൽ ശക്തി ആർജിച്ചു വരുന്ന സമയമായിരുന്നു. ആ കാലയളവിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇതിനുള്ള ആദ്യമായിട്ട് ഈ ടേമും ഈ കാര്യങ്ങളൊക്കെ നിർവചിച്ചിട്ടുള്ളത്. അച്യുതാനന്ദനോട് ചോദിച്ചു, ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ, അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ ഈ കേരളത്തിൽ? അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ പ്രണയം നടിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെയും പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് വേണ്ടി പ്രണയം നടിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ പിന്നീട് കല്യാണം കഴിച്ച് മതപരിവർത്തനമാണ് അവർ പ്രാഥമികമായിട്ട് നടത്തുന്ന കാര്യം. അതിനുവേണ്ടി മാത്രം ഈവൻ പ്രേമത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൺവേർഷനായിരുന്നു. അങ്ങനെയാണ് അന്ന് VS അച്യുതാനന്ദ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നീട് അങ്ങോട്ട് സംഘപരിവാറും കാസ് പോലുള്ള സംഘടനകളൊക്കെ ഈ ഒരു കാര്യത്തെ കാര്യമായ രീതിയിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ടേം ലവ് ജിഹാദ് എന്തുകൊണ്ട് പ്രസക്തമാവുന്നു എന്നുള്ളത് ലാസ്റ്റ് കുറച്ച് ദിവസം മുമ്പേ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ അകത്ത് നിന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറേ വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസും അവർ തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പോരാത്തതിന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം, ലവ് ജിഹാദ് യഥാർത്ഥത്തിലുണ്ടോ? എൻ്റെ ഒപ്പീനിയൻ്റെ അകത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഫണ്ടിങ്ങും ഒക്കെയുള്ള സ്ഥാപനങ്ങളും ഏജൻസികളും വ്യക്തികളും ഒക്കെ ഉണ്ട്. അതായത് ഒരു പ്രദേശത്തിനെ എങ്ങനെ ഒരു ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറേ ഗൂഢശക്തി, അതിന് ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അടച്ചാക്ഷേപിച്ച് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് സംഘടനകൾ കേരളത്തിലുമുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 2, ലവ് ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധാരണ കാലയളവിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ ഇതര മതസ്ഥരായിട്ടുള്ള വ്യക്തികളെ, പെൺകുട്ടികളെ കാണുകയും പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലതൊക്കെ കൺവേർഷനായി വരാറുണ്ട്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺവേർഷൻ മാത്രമായിട്ടാണെങ്കിൽ അതിനെയാണ് ലവ് ജിഹാദ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നത്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? അടുത്ത ക്വസ്റ്റ്യനാണ്. ഓഫ് കോഴ്സ് സിമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിമി, NDF, അതിൻ്റെ രൂപഭേദങ്ങളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, അങ്ങനെയുള്ള കുറേ അവരുടെ ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ പോലും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി പോലും അവർക്ക് കൃത്യമായിട്ട് ഇന്നും നിലവില്ല. അവർ ബാൻ ചെയ്തിട്ടും ആ സ്ട്രാറ്റജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ചത്ത് പണിയെടുക്കുന്ന വ്യക്തിയാണ് അരുൺകുമാറൊക്കെ, അതായത് 24-ലെ അരുൺകുമാറൊക്കെ. അവർക്കിപ്പോഴും വല്ലപ്പോഴും നടന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതില്ല എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം ഉത്തരവാദിയാണ് എൻ്റെ അറിവിലല്ല. കാരണം കുറേ ഇതുമായിട്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പോരാത്തതിന് ഇത്തരം കൺവേർഷൻ ആവശ്യമില്ല എന്നുള്ള, നിർബന്ധിത പരിവർത്തനം ആവശ്യമില്ല എന്നുള്ള ആൾക്കാരുണ്ട്. ആരാണ് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ആരാണോ ഹാദിയ കേസിൻ്റെ അകത്തൊക്കെ ഫണ്ട് കൊടുത്തിട്ടില്ല, ഈവൻ 1 രൂപയൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അവരുണ്ട്, അതിന് മേലെയും കൊടുത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിക്കുക, നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ. കാരണം നിങ്ങളാണ് നിർബന്ധിത പരിവർത്തനത്തിനും അല്ലെങ്കിൽ മതപരിവർത്തനത്തിനും ഒക്കെ ആയിട്ട് കാശ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചതിക്കുഴിയിലേക്ക് വീണിട്ടുണ്ട്.
അല്ലാണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ മതരാജ്യം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അത്തരം ആൾക്കാരും ഈ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. നിങ്ങളിത് എന്ന് ചിന്തിച്ച് ഞാൻ ആരെ അടിച്ചേൽപ്പിച്ചിട്ട് ഇന്ന പാർട്ടിക്കാരാണ് ഇന്ന മതത്തിൽ മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ മെൻറ്റാലിറ്റി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ഇന്ത്യ മാറണം, അല്ലെങ്കിൽ നമ്മളാൾക്കാർ മാത്രം മതി എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ തോട്ടിലാണ് ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് ജിഹാദിൻ്റെ സ്പോൺസർമാരായിട്ടും പിന്നെ അതിൻ്റെ വാഹകരൊക്കെ ആയിട്ട് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അടുത്തന്നെ ഒരാഴ്ച മുമ്പ് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. അതായത് ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലാവുന്നു. വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു. ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, കല്യാണത്തിന് സമ്മതിച്ചു. ശരി, കല്യാണം സമ്മതിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മാസം മുമ്പായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു. അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആ ഒരു ചെറുപ്പക്കാരനെ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ ഏർപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നിട്ടും ആ കുട്ടി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം നടത്താമെന്നുള്ള രീതിയിൽ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിനകത്ത് വെച്ച് മർദ്ദിക്കുന്നു. അതിന് കൂടെ നിന്നിട്ടുള്ള അവരുടെ ആ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ, അതായത് ഉപ്പ, ഉമ്മ, കൂട്ടുകാരൊക്കെ ഈ കുട്ടിയെ മർദ്ദിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടി പറഞ്ഞു നോ, താല്പര്യമില്ല. കാരണം ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ജാതി, മതം, ബാക്കിയുള്ള കാര്യങ്ങളും ഈവൻ രണ്ട് സൈഡായിരുന്നു, ജാതി, മതം, കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പ്രധാനം എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളൊരു പച്ചക്ക് വർഗീയവാദി ആവുന്നത്, നിങ്ങൾ പച്ചക്കൊരു എന്താ പറയുക ലവ് ജിഹാദിൻ്റെ ആൾക്കാരാകുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ജിഹാദ് എന്ന് പറയുന്ന ടേമിന് വാല്യൂ വരുന്നത്. നിങ്ങൾ കൺവേർഷനാണ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ ലവ് ജിഹാദിൻ്റെ ഭാഗമാണ്. അതേ സ്ഥിതിക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ ഒരു ഹിന്ദു പെൺകുട്ടിയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് അവളുടേതായ ഇത് കൊണ്ട് നടക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ലവ് ജിഹാദ് ഒന്നും പറയില്ല. എൻ്റെ നാട്ടിലും കുറേ ആൾക്കാർ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ സ്ത്രീ ക്രിസ്ത്യനാണ്, കൺവേർഷനും കാര്യങ്ങളൊന്നും നടത്തില്ല. ക്രിസ്ത്യൻ പള്ളിയിലും പോകാറുണ്ട്, ഹിന്ദു അമ്പലത്തിലും പോകാറുണ്ട്. അദ്ദേഹം അവരുടെ ജാതിയും മതവും ഒന്നും മാറിയിട്ടില്ല. എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അതേപോലെ തന്നെ രണ്ടാൾക്കാർ ജീവിച്ചു പോകുന്നത്. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, മുസ്ലിം പെണ്ണിനാണ് കല്യാണം കഴിച്ചത്. ഇപ്പോഴും അവരവരുടെ ജാതി, മതം ഒന്നും തന്നെ മാറ്റാതെ തന്നെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അവിടെയൊന്നും നമുക്ക് ഈ തീവ്രവാദം എങ്ങനെ ലവ് ജിഹാദ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. പോരാത്തത് സിമ്പിളായിട്ട് പറഞ്ഞാൽ DYFIയുടെ നേതാവായിട്ട് റഹീം കല്യാണം കഴിച്ചിട്ട് ഒരു ഹിന്ദു പെൺകുട്ടീനാണ്. ആരും തന്നെ അതിനകത്ത് ലവ് ജിഹാദ് ആരോപണം ഉന്നയിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിക്കുക, സ്നേഹിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവരുടെ ജാതി, മതം ഒന്നും അവർക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ടില്ല. ഉണ്ടോയെന്നറിയില്ല, എന്നാലും അത്ര പ്രയോറിറ്റി ഉള്ള പുറത്തൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിവിടെ ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യം പറയുന്നെടുക്കുക, ആ ഒരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ലവ് ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് പണത്തിന് വേണ്ടിയിട്ടും പിന്നെ കൺവേർഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വി ക്യാൻ കോൾ ലവ് ജിഹാദ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർമാരേജസും ലവ് ജിഹാദ് അല്ലാത്തത് എന്തുകൊണ്ട്? സിംപ്ലി ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതിൽ പെട്ടുപോയ ആൾക്കാരുടെ നിലവിലത്തെ അവസ്ഥ എന്താണ്? അതായത് ലവ് ജിഹാദിൽ പെട്ടുപോയുള്ള മിക്ക ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ
കുറച്ച് കാലം മുമ്പ് കുറച്ച് പേര് IS ചേരാൻ പോയി, അഫ്ഗാനിൽ പോയി, ഭർത്താവ് ചത്തു, ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, വേണേൽ പോയി നോക്കാവുന്നതാണ്. മെറിനും അങ്ങനെ ഏതൊക്കെയോ പെൺകുട്ടികളുടെ പേര് എനിക്കറിയില്ല. ഇവർ മിക്കവരും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് പോയ ആൾക്കാരാണ്. പോയി തേങ്ങി മൂഞ്ചിയിട്ട് വിളിച്ച് കരച്ചിലാണ്, അയ്യോ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വാ, എനിക്ക് ഇന്ത്യയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നു. പിന്നെ ഒരു ഹാദിയുണ്ട്, അവസാനം ഷെഫീൻ ജഹാനെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത്. അവസാനം അന്വേഷിച്ച സമയത്ത് അവനും കൈയൊഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറെന്ന് പറയുന്നത് പിന്നെ നർക്കോട്ടിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, നർക്കോട്ടിക്സും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പം മിക്ക കേസിൻ്റെ അകത്തും, എനിക്കിത് ജിഹാദാണെന്നോ ഒന്നും അറിയില്ല, പക്ഷേ മിക്ക കേസുകളിൻ്റെ അകത്തും മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ കഞ്ചാവും ഡ്രഗ്സൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു, വാർത്തകൾ കാണുന്നുണ്ട്. എനിക്കിതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ പറയാൻ പറ്റില്ല, കാരണം ഒതൻറ്റിക്കായിട്ട് ആരും തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘപരിവാർ കാസ എന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇതുവരെയായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പിന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന SDPIയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളൊക്കെ ഒരിക്കലും നർക്കോട്ടിക്സിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ തയ്യാറായിട്ടില്ല. അവർ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പം ഈ എല്ലാ കാര്യത്തിൻ്റെ അകത്തും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കൈയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ലവ് ജിഹാദിൻ്റെ അകത്തായാലും നർക്കോട്ടിക് ജിഹാദിൻ്റെ അകത്തായാലും അവർക്ക് എങ്ങനെയായാലും ഫണ്ട് മതി എന്നുള്ളത്, ആരെന്ത് ജീവിതം തെളിഞ്ഞാലും ശരി അവർക്ക് ഫണ്ട് മതി എന്നുള്ള രീതിയിലാണ് അവരുടെ പോക്കുണ്ടായിരുന്നതും. നന്നായി അവരുടെ ബാൻ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇത്തരം കേസുകൾ കുറക്കാൻ നാം ചെയ്യേണ്ടത്? ആഡിക്വേറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റാഡിക്കലൈസേഷനാണ്. പോരാത്തതിന് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. നിങ്ങൾ പെൺകുട്ടികളോടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ പ്രേമിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കല്യാണം കഴിക്കുകയെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോ. പക്ഷേ മതം മാറാനും ഇതൊക്കെയാണെന്ന് അവരുടെ ഉദ്ദേശമെങ്കിൽ സിംപ്ലി അവർക്ക് ഗൂഢലക്ഷ്യങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം താറുമാറാം. അങ്ങനെ മതം മാറ്റമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അതിനർത്ഥം പിന്നെ നിങ്ങളെക്കാളും പ്രയോറിറ്റി അതിനുണ്ട് എന്നാണ്. നിങ്ങളുടെ സ്നേഹത്തിനേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി മതം മാറ്റത്തിനും അല്ലെങ്കിൽ വേറെന്താ ആക്ടിവിറ്റീസിനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല. കുറച്ച് കഞ്ചാവ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഡ്രഗ് സെയിൽ ചെയ്യാം, നീ ഒന്നും കൂടെ നിന്ന് സഹായിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് നിങ്ങളുടെ വീഡിയോ പുറത്തിറങ്ങും, നിങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞയക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ചെയ്യുമ്പോൾ മിനിമം പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കാതിരിക്കുക എന്നാണ് പെൺകുട്ടികളോട് പറയാനുള്ളത്. പിന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ പ്രേമിക്കുക. മതം മാറാനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുഷ്ഠിക്കാം, വേണമെങ്കിൽ ഞാനും നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റേതായ ഐഡൻറ്റിറ്റിയിൽ ഞാൻ ജനിച്ചു വളർന്നുള്ള ഐഡൻറ്റിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കൂടി തരിക. അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുള്ളത്. അല്ലാതെ നിങ്ങളെ കൺവേർഷൻ മാത്രമായിട്ടാണ് നിർബന്ധിക്കുന്നതെങ്കിൽ പോടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകും. അത് മീൻസ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് ഞാൻ തുപ്പുന്നത്, അല്ലാതെ അജണ്ട വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വെച്ചിട്ടോ അല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ബൈ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, പോരാത്തതിന് സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.